ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ കൂടെ ശിവയുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അതിന് കാരണമുണ്ട്, 2-3 ദിവസമായി. വേറൊന്നും കൊണ്ടല്ല, പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റും മോശമായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഴവന്തോൾ വാട്ടർഫാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഉള്ളിലോട്ട് പോകാനായിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇതൊരു ട്രക്കിംഗ് വീഡിയോ ആയിരിക്കും. ഫുള്ള് കാട്ടിനകത്തൂടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി തന്നെ കാണാം. ശരി, ബാ. നമ്മൾ ഈ ഒരു വാഴവന്തോൾ വാട്ടർഫാളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ആ വാട്ടർഫാളിലോട്ട് പോകുന്ന വഴിയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ വഴിയുണ്ട്. ടാർ ചെയ്താണ്, പൊട്ടിപ്പൊളിഞ്ഞിടക്കാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കുറേ ദൂരം ഇങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഈ പണി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വണ്ടി അലൗഡല്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു 800 മീറ്ററും നമ്മൾ നിൽക്കുന്നതിന് ഒരു 800 മീറ്ററും കൂടെ നമുക്ക് മുന്നിലോട്ട് വണ്ടിയിൽ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ആ വണ്ടിയിൽ പോകാനായിട്ട് പറ്റും. അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ വനത്തിനുള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. വണ്ടി നമുക്ക് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 800 മീറ്ററും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതുപോലെ ഇവിടെ ടിക്കറ്റ് അവൈലബിൾ ആണ്. ടിക്കറ്റ് വന്നിട്ട് 5 പേർക്ക് 1000 രൂപയാണ് കേട്ടോ. അതിപ്പോൾ 5 പേരായാലും 5 പേരിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ തന്നെ ഈടാക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ 2 പേരേ ഉള്ളൂ. 2 പേർക്കും 1000 രൂപ തന്നെയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. ഈ ഒരു വാഴവന്തോൾ വാട്ടർഫാളിൻ്റെ ആ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഗൈഡിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒരു ഗൈഡിനെ ഫോറസ്റ്റുകാർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഗൈഡിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന പോലെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ, അതായത് വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ സൗണ്ട് നല്ലതുപോലെ കേൾക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന ബ്രിഡ്ജ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ താഴെ അരുവിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു വാഴവന്തോൾ വാട്ടർഫാൾ എന്നൊക്കെ എഴുതി അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഈ അരുവി നമുക്ക് ഈ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് വരും കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു അരുവിയാണ്. അതിന് ഒരു ചെറിയൊരു പാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാലം ഇപ്പോൾ ആക്സസബിൾ അല്ല, അത് പൊളിഞ്ഞു പോയി. അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇവിടെ വേറൊരു പാലം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് കാട്ടിനുള്ളിലൂടെ ഒഴുകി വരുന്ന ഒരു അരുവിയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതും ഈ ഒരു വെള്ളം ഒഴുകുന്നതിൻ്റെ ആ പാറകളിൽ അലതല്ലി പോകുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, വളരെ മനോഹരമാണ് കേട്ടോ. വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കവാടത്തിനുള്ളിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കവാടത്തിനുള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഫുള്ള് ആ ഒരു വേരിൻ്റെ പോലത്തെ ഫെൻസൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു അരുവി നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. ഇത് ആക്ച്വലി ഇത് കരമനയാറിൻ്റെ കൈവഴിയാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ബോർഡിനകത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ പ്രധാന നദി എന്ന് പറയുന്നത് കരമനയാറാണ്. അപ്പോൾ അത് ആ ഒരു വഴിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു കൈവഴിയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ്ലി ആ ഒരു ട്രക്കിങ്ങിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് ട്രക്ക് ചെയ്ത് പോകേണ്ടത്. കാട്ടിനുള്ളിലൂടെയാണ്, പ്യുവർ വനം തന്നെയാണ്. അതിനുള്ളിലൂടെയുള്ള ഒരു ആൾക്കാർ നടന്നുണ്ടായ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മുന്നിൽ നിറയെ കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു ചെറുതായിട്ട് ഇറങ്ങാനുള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ. അതിമനോഹരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. പൊളിയാണ്. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അത്.
ഗൈസ് നമ്മൾ മുന്നിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അരുവി ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മുഴുവനും കല്ലുകളാണ് കേട്ടോ ഗൈസ്, നിറയെ കല്ലുകളാണ്. അത് പക്ക ട്രക്കിങ് തന്നെയാണ് കേട്ടോ, പക്ക ട്രക്കിങ് പാത തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ 5 കിലോമീറ്ററാണ് കേട്ടോ. 5 കിലോമീറ്റർ എന്ന് പറയുന്നതിൽ 2.5 കിലോമീറ്റർ നമുക്ക് മുന്നിലോട്ടും അതുപോലെ 2.5 കിലോമീറ്റർ തിരിച്ചുമാണ്. ഇതിൽ വഴിയെന്ന് പറയുന്നത് പക്ക കാട് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതുവഴി നടന്നുണ്ടായ ആ ഒരു വഴിയാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വഴിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കാട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നിറയെ കല്ലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു അരുവിയുടെ സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് പോകേണ്ടത്. ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു അതിൽ നിന്ന് വരുന്ന ഒരു അരുവിയാണ് കേട്ടോ നമുക്കിവിടെ ഈ കാണാനായിട്ട് പറ്റുന്നത്. ഈ സൈഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ മുഴുവനും മുളയാണ് കേട്ടോ, ചെറിയ മുളകളാണ് മുഴുവനും പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് മുളയാണ്. നമുക്കിവിടെ നിന്നും ഈ അരുവിയിലേക്ക് ഇറങ്ങാനായിട്ടൊരു ചെറിയ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വഴി കൂടെയൊക്കെ നമുക്ക് അരുവിയുടെ സൈഡിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇറങ്ങാനായിട്ട് ഈ ഒരു വഴിയിലൂടെ ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പായലുണ്ട് കേട്ടോ, പായലുണ്ട്. അപ്പോൾ ഈ പാറയിലൂടെ പോകുന്ന സമയത്ത് നമ്മളത് നോക്കിക്കോണം. സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയ അപകടം ഒരിക്കലും ഉണ്ടാവുക. കാരണം പാറ മുഴുവനും ഈ കാണുന്നതാണ് കേട്ടോ, ഒരു വലിയൊരു പാറ നമുക്ക് മുന്നിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഒരു കമ്പൊടിഞ്ഞ് വീണ് കിടക്കുന്നത് കേട്ടോ. ചെറിയ രീതിയിലുള്ള കയറ്റമുണ്ട് കേട്ടോ. ഈ ഒരു കയറ്റം കയറി വേണം നമുക്ക് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. നമ്മൾ വീണ്ടും ഒരു തിക്ക് ഫോറസ്റ്റ് പോലെ ഉള്ളൊരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുളയെല്ലാം വഴിയിലോട്ട് തന്നെ ഇങ്ങനെ പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് കിടക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു ഏരിയ. സൈഡിൽ ഇത് അരുവി പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അതുപോലെ സൂര്യപ്രകാശമൊന്നും വലുതായിട്ടൊന്നും വരില്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ സൂര്യപ്രകാശമുള്ളൂ. ബാക്കി ഭാഗത്തൊക്കെ ഇപ്പോഴും നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. പാറയിലൂടെ നടക്കുമ്പോൾ സ്ലിപ്പാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ നമുക്ക് നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡ് കാണാനായിട്ട് പറ്റും കേട്ടോ. വന്യമൃഗങ്ങളുള്ളതിനാൽ വനത്തിലൂടെ സഞ്ചാരികൾ നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി 2 കിലോമീറ്റർ നമുക്ക് മുന്നിലോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനൊരു ബോർഡ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിക്ക് ഫോറസ്റ്റിലാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മല്ലങ്ങാടി. എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? അന്നോട്ട് എത്ര വർഷമാവും? എന്നാലും 5 വർഷത്തിന് പുറത്തായി. അപ്പോൾ നമ്മൾ ഇവിടെ ഏതൊക്കെ സമയത്താണ് നമുക്ക് ഇവിടെ വരാനായിട്ട് പറ്റിയത്? ഈ സമയത്ത് ഇങ്ങനെ ഈ മഴ വലിയ മഴയാകുമ്പോൾ കാറ്റിന് വെള്ളമാകുമ്പോൾ
വിടുവില്ല, മേലോട്ട് വരാൻ പറ്റില്ല. ഈ വേനൽ സമയമായി കണ്ട എപ്പോൾ വന്നാലും കയറ്റി വിടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന സമയം എന്ന് പറയുന്നത് സീസൺ ആണല്ലേ? സീസൺ തുടങ്ങി വരെയാണ്. സീസൺ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ മഴയിൽ ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഇവനെ 2 ദിവസം വിടാതായിരുന്നു. ആറ്റിനും വെള്ളവും ഭയങ്കര തോരാത്ത മഴയായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഞായറും ശനിയുമേ ആൾ വിടുകയുള്ളൂ. ഇപ്പം എല്ലാ ദിവസവും ആൾ വരിക, ആൾ എല്ലാ ദിവസവും വിടുക, എല്ലാ ദിവസവും. അതുപോലെ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മളൊരു ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് ആന, പോത്ത്, കരടി, പിന്നെ മ്ലാവ്, പിന്നെ പിലിയുണ്ട്, പിന്നെ കരടി, എല്ലാം ഉണ്ട്. ഇത് മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് എനിക്ക് സന്ധ്യ ആയാലും രാവിലെ. അതായിരിക്കും 4 മണി വരെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബോർഡ് വെച്ചിരുന്നല്ലേ? 2 മണിക്ക് 1 മണിക്കൊക്കെ പോയാലും 4 മണിക്ക് ഇറങ്ങി, 4 മണിക്ക് മുമ്പ് തിരിച്ചു വരണം. അപ്പോൾ അതിനുശേഷം ടിക്കറ്റ് കൊടുക്കത്തില്ല, ഇങ്ങോട്ട് വരാനും പറ്റൂല അല്ലേ? വയസ്സ് ഒരു വലിയൊരു മരം ചരിഞ്ഞ് വീണ് കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ. എന്നിട്ട് അത് മുറിച്ച് വിട്ടിരിക്കുകയാണ്. ഈ ഒരു വഴി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി അത് മുറിച്ച് വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നിലോട്ട് പോവാം. ഞാൻ പറഞ്ഞ പോലെ തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കാട്ടിലൂടെ ഉള്ള നടത്താൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞതുപോലെ തന്നെ ടൈം കറക്റ്റാക്കി വരാൻ നോക്കുക കേട്ടോ. ഉച്ചയ്ക്ക് മുന്നെങ്കിലും നമ്മളിവിടെ എത്തണം, എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് മുന്നേ ആയിട്ട് തിരിച്ച് ചെക്ക് പോസ്റ്റിൽ എത്തേണ്ടതുണ്ട്. കാരണം ഈ വന്യ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ കുറച്ച് നേരത്തെ വരാനായിട്ട് നോക്കുക. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ വരുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരമെങ്കിലും അകത്ത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങളുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. അതുപോലെ നമുക്ക് വഴിയിൽ ഇതുപോലെ അരുവി കാണാനായിട്ട് പറ്റും കേട്ടോ. മുന്നിൽ നിറയെ പാറകളാണ്. പാറയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അപ്പോൾ ഈ പാറകൾക്കിടയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയിലുണ്ടല്ലോ നിറയെ യൂക്കാലി, അതുപോലെ മാഞ്ചിയോ എന്നൊക്കെ പറയുന്ന മരങ്ങളാണ് കേട്ടോ മുഴുവനായിട്ടുള്ളത്. ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമാണ് വരുന്നതെങ്കിൽ, അതായത് ഫോറസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പാസ് എടുത്ത് നമ്മളാണ് ഫസ്റ്റ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ നിറയെ വലയുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ മുഴുവനും വലയാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. വല ചിലപ്പം പുറത്ത് കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് വേണം പോകാനായിട്ട് കേട്ടോ. അതുപോലെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി സീനറി കാണാനായിട്ട് പറ്റും കേട്ടോ. ആ പാറകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് നല്ല സൗണ്ടാണ്. ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നല്ല സൗണ്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വലാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. മരം ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു മരം ഒടിഞ്ഞ് ആ ഒരു അരുവിയിലോട്ട് വീണിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴി തന്നെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടപ്പുണ്ട്. ഗായ്സ്, ഈ പോകുന്ന വഴിയിലല്ലേ മുഴുവനും മരങ്ങൾ ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതുപോലെ നമുക്കിവിടെ ഒരു ബോർഡ് കാണാനായിട്ട് പറ്റും. ഇത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതുപോലെ പുഴയിലൊന്നും പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനും പാടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ നല്ല കാറ്റായിരുന്നെന്നാണ് പറഞ്ഞത് ഗൈഡ്. അപ്പോൾ അതുകൊണ്ട് മരങ്ങളെല്ലാം ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ വഴിയിൽ. അപ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്ത് വേണം പോകാൻ കേട്ടോ. അത് വെട്ടി മാറ്റിയിട്ടില്ല, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അതിന് വെട്ടി മാറ്റത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മുന്നിൽ കാണാനായിട്ട് പറ്റും. വീണ്ടും മരം ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് ക്രോസ് ആയിട്ട് മരങ്ങൾ കിടപ്പുണ്ട്. നല്ല ഹൈറ്റുള്ള മരങ്ങളായതുകൊണ്ടാണ് ഒടിഞ്ഞ് വീണത് കേട്ടോ. അപ്പോൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ. ഇതൊരു ഗൈഡിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഗൈഡുകൾ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ കൂടെയാണല്ലോ ഗൈഡ് വരുന്നത്. നമുക്ക് ഈ ശനി ഞായറും ദിവസം ഇവിടെ ടൂറിസ്റ്റ് ഒരുപാട് ഉള്ളതുകൊണ്ട്
ഗൈഡുകൾ ഈ വനത്തിനകത്ത് ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, അവിടെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് നടന്നു പോകുന്നത്. ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ പോകുന്ന വഴിയിൽ ഗൈഡുകൾ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് കുറവായതുകൊണ്ടാണ്, വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ടാണ് നമ്മളെ കൂടെ തന്നെ ഗൈഡ് ഉള്ളത്. ഒരു കണക്കിന് നോക്കിയാൽ നമ്മളെ കൂടെ ഗൈഡ് ഉള്ളതാണ് കേട്ടോ നല്ലത്. കാരണം ഈ ഒരു വന്യജീവിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട്, അതുമാത്രമല്ല കാട്ടിനകത്തൂടെയുള്ള നടത്തമായതുകൊണ്ടും നമ്മളെ കൂടെ ഗൈഡ് ഉള്ളതാണ് നല്ലത്. കാരണം നമുക്ക് കാടിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല പുറത്തുനിന്ന് വരുന്നവർക്ക്. അപ്പോൾ അതിവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ വരുന്നത് വർക്കിംഗ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് പോലെ തന്നെ ഗൈഡിനെ കൂടെ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിതുപോലെ വാട്ടർ ക്രോസിങ്ങുകൾ ഈ വഴിയിൽ ഒരുപാട് കാണാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഒരു സൈഡിൽ മലയാണ്, അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നീരുറവകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ പോകുന്ന വഴി തന്നെ വഴിയുടെ ക്രോസായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ചിലന്തിയാണ് കേട്ടോ. ഇത് ഒരുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ പോകുന്ന വഴിയിൽ. അപ്പോൾ ഇതുവഴി ആദ്യം പോകുന്ന ഒരു ദിവസം ഇന്ന ദിവസം ഇപ്പോൾ ആദ്യം ഞങ്ങളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. കാരണം വല ഇത് ക്രോസായിട്ട് നമ്മൾ പോകുന്ന വഴി തന്നെ ക്രോസായിട്ട് വല ഉണ്ടാവും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം പോകാനായിട്ട് കേട്ടോ. നമുക്കിവിടെ ഒരു ബോർഡ് കാണാനായിട്ട് പറ്റും കേട്ടോ. ലുക്ക് വിത്ത് ഓപ്പൺ ഐസ് ആൻഡ് യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ളത് 1.5 കിലോമീറ്ററാണ് മുന്നിലോട്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു മരം വീണ് ഇതിന് ക്രോസായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആ മരം മുഴുവനും ചീർന്നിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 1.5 കിലോമീറ്ററാണ് ഇനി നമുക്ക് മുന്നിലോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഈ ഒരു ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ, ഈ ചെക്ക് പോയിൻറ്റിലെത്തിയപ്പോൾ, ചെക്ക് പോസ്റ്റ് അല്ല ചെക്ക് പോയിൻ്റാണ്, അവിടെ എത്തിയപ്പോൾ ഇവിടെ മുഴുവൻ നല്ല കാറ്റാണ്. ഇത്രയും നേരം നമുക്ക് ഈ ഒരു ഇത്രയും കാറ്റില്ലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ കാറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല കാറ്റായി. മുന്നിൽ നല്ല അഡ്വഞ്ചറായിട്ടുള്ള വഴികളാണ് കേട്ടോ, അടിപൊളി വഴിയാണ്. പിന്നെ ഇത് വഴിയുടെ ഭംഗി മാത്രമല്ല, നമ്മൾ നടക്കുന്നത് കറക്റ്റായിട്ട് വേണം പോകാനായിട്ട്. അതായത് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങളുണ്ടാകും. കാരണം മുഴുവനും പാറയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതുവഴി പോകാനായിട്ട്. നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ബോർഡ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി 1.25 കിലോമീറ്ററാണ് കേട്ടോ നമുക്ക് മുന്നിലോട്ട് പോകാനായിട്ടുള്ളത്.
നിറയെ പാറയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിറയെ വലിയ പാറകളാണ്. തളർന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ള കയറ്റമുണ്ട്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പാറപ്പുറത്ത് ഇരുന്നതാണ് കേട്ടോ. നമുക്ക് വരുന്ന വഴിയിൽ ഇതുപോലെ പാറപ്പുറത്ത് ഇരിക്കാനായിട്ട് പറ്റും. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറകൾക്കിടയിലൂടെ ആ ഒരു വെള്ളം വരുന്നത് കാണാനായിട്ട്. അതുപോലെ നമുക്ക് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് മീ എന്ന് പറഞ്ഞിട്ട് മരത്തിൻ്റെ മോഡലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് വേസ്റ്റൊന്നുമില്ല. നമുക്കിവിടെ വേസ്റ്റ് ഇടാനായിട്ട് ഇങ്ങനെ ഒരു കാട്ടിലോട്ട് വലിച്ചെറിയാതെ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിവിടെ വേറൊരു ബോർഡ് ഗവൺമെൻറ്റിൻ്റെ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഫോറസ്റ്റിൻ്റെ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കേട്ടോ നമുക്ക് പോകാനായിട്ടുള്ളത്. 1 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാഴവന്തോൾ വെള്ളച്ചാട്ടം എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണേ. ഈ ഒരു 1 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് മുന്നോട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വഴിയാണ് കേട്ടോ. ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. നമുക്കിനി ഏകദേശം മിഡിലേ എത്തിയിട്ടുള്ളൂ. നമുക്കിനി ഇതാ ആ ഗൈഡ് പോകുന്നുണ്ടോ അതുവരെ നമുക്ക് പോകേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. അമ്മേ സ്ലിപ്പാവുന്നുണ്ട്, നല്ലതുപോലെ സ്ലിപ്പാവുന്നുണ്ട്. ക്യാമറയും കൊണ്ട് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അങ്ങ് ദൂരെ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. ഇവിടെ ഒരു തടി വെച്ചൊരു ചെറിയൊരു ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറയും ആ ഒരു ലാൻഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. തടി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. തടി എന്ന് വെച്ചാൽ ചെറിയ വിറക് കഷ്ണങ്ങൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോമീറ്ററോളം നമുക്ക് ഇനിയും ഈ ഒരു കാനന പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഏകദേശം ആ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തെത്താറായി കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ നല്ല ഈ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല താഴ്ചയിലാണ്. അതുപോലെ തന്നെ അവിടെ നല്ല കുഴിയാണ് കേട്ടോ. നമുക്ക് ആ വെള്ളം നമ്മൾ കാണുമ്പോൾ ആഴമില്ലാത്ത കണക്ക് തോന്നും. പക്ഷെ നമ്മൾ അങ്ങോട്ട് അറിയാതെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ പാറകളായതുകൊണ്ട് ചുഴിയുണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ആ ചുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ വരുന്നവർ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ നോക്കുക. ഇവിടെ കുളിക്കാനും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ അത് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങുക. അവിടെ സുരക്ഷിതമായിരിക്കും. അല്ലാതുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആഴമില്ലാത്തതുപോലെ തോന്നും. പക്ഷേ നല്ല ആഴം ഉണ്ടാവും, അടിയൊഴുക്കം ഉണ്ടാവും. അപ്പോൾ അത് വരുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. നമുക്ക് ഇവിടെ വേറൊരു ബോർഡ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് 750 മീറ്ററാണ് കേട്ടോ മുന്നിലോട്ടുള്ളത്. അതുപോലെ ഈ ട്രെക്കിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, നിങ്ങളുടെ സേഫ്റ്റിയെ ബാധിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഈ മഴ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കാണുമല്ലേ? ഇവിടെ മുഴുവനും വെള്ളമായിരിക്കും അല്ലേ? ഓ, അതുകൊണ്ടായിരിക്കും നമുക്ക് വഴി ബ്ലോക്ക് ആവണോണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അല്ലേ? അപ്പോൾ ഗൈസ്, മഴ സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. നമ്മൾ ഈ നടന്നു വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നില്ലേ? എടുക്കൂല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കയറി എടുക്കും. അല്ലാതെ വിൽക്കാനൊന്നും പറ്റൂല അല്ലേ? ഓ, നല്ല മുറ്റിയ തടിയാണല്ലേ ഇത്? ഈ ഒടിഞ്ഞു വീണ കാറ്റത്ത് തന്നെയാണ് അതാ? ഗായ്സ്, നമ്മൾ ഈ ഒരു പാറയുടെ ഇടുക്കിലൂടെയാണ് കേട്ടോ നമുക്ക് പോവേണ്ടത്. ഇവിടെ നിന്നും കറക്റ്റായിട്ട് വെയിൽ പോലും വരത്തില്ല. ആ ഒരു ഇടുക്കിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു പാറയുടെ ഗ്യാപ്പാണ് കേട്ടോ അത്. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് കേട്ടോ പോകുന്നത് ഗായ്സ്. അതുപോലെ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ മരങ്ങളുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അതാണ് കേട്ടോ മുഴുവനും. കാരണം ആ ഒരു വനത്തിൻ്റെ ആ ഒരു പ്യുവറായിട്ടുള്ള പൊല്യൂഷനൊന്നും ഇല്ലാണ്ടുള്ള ആ ഒരു എയർ ഉണ്ടല്ലോ, ആ ഒരു മണം അത് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും കേട്ടോ ഇവിടേക്ക് എത്തുമ്പോൾ. കാരണം ഇവിടെയൊന്നും ഒരു പൊല്യൂഷനും ഇല്ല. ഈ കാണുന്ന മരം
ആ ഒരു വെള്ളം നിറയുന്ന സമയത്ത് ഇവിടെ നിന്ന് കടപുഴകി വീണതാണ് കേട്ടോ. ഈ കാണുന്ന പാറയൊക്കെ അങ്ങനെയാണ് ഇടിഞ്ഞ് ആ വെള്ളത്തിലോട്ട് വീണാന്നാണ് ഗൈഡ് പറയുന്നത്. വളരെ വലിയൊരു മരമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കടപുഴകി അങ്ങ് വീഴുകയാണ് ചെയ്തത്. നമ്മൾ വീണ്ടും പാറ ഇടുക്കിലൂടെ നടന്നു പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് മരങ്ങളുടെയും ആ ഒരു ഫ്രഷ് എയറിൻ്റെയും ആ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഗൈഡ് നമ്മളെ മുന്നിലേ പോവും. കാരണം മുന്നിൽ വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഗൈഡിന് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഗൈഡ് നമ്മളെ മുന്നിലാണ് കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ വെയിലൊന്നും ഉള്ളിലോട്ട് വരില്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊന്നും. അതിനും അത്രയ്ക്കും തിക്ക് ഫോറസ്റ്റാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അതുപോലെ വളരെ വലിയ മരങ്ങളാണ് കേട്ടോ നിൽക്കുന്നത്. ഈ മെയിനായിട്ടുള്ള മരങ്ങളുടെ എല്ലാ മരങ്ങളിലും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മരം ഏതാണെന്നുള്ളത് സഞ്ചാരിയൊക്കെ മനസ്സിലാക്കാനായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് മുള്ളിലവ് എന്ന് പറയുന്ന ഒരു മരമാണ്. റെഡ് സിൽക്ക് കോട്ടൺ ട്രീ. അതാണ് കേട്ടോ ഈ കാണുന്നത്. മറ്റൊരു ബോർഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഇനി മുന്നോട്ട് 500 മീറ്ററാണ് നമുക്കുള്ളത് കേട്ടോ. ഇവിടെ സ്മോക്കിംഗ് ഒക്കെ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, നമുക്ക് സ്മോക്കിംഗ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല. അപ്പോൾ വെള്ളം കൊണ്ടുവരുന്നത് കഴിവതും ബോട്ടിലുകളിൽ സ്റ്റീൽ ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മിനറൽ വാട്ടറാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അതുപോലെ തിരിച്ച് കൊണ്ടുപോവുക. ഇവിടെ ഈ ഒരു കാട്ടിലൊന്നും നിക്ഷേപിക്കരുത് കേട്ടോ. മുകളിലോട്ട് വീണ്ടും കയറ്റമാണ്. മരങ്ങളുടെ വേരിലൂടെ ചവിട്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ മുകളിലോട്ട് പോകുന്നത്. ആ ഒരു വഴിയിലൂടെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ തളരുന്നുണ്ട് കേട്ടോ. വെയിലില്ലെന്നുണ്ടെങ്കിൽ പോലും തളരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, വെള്ളം ഉറപ്പായിട്ടും കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു അരുവി അല്ലാണ്ട് നമുക്ക് മറ്റൊന്നും ഇവിടെ വെള്ളം കുടിക്കാനായിട്ടില്ല. അതുകൊണ്ട് വരുന്നവർ വെള്ളം കൊണ്ടുവരാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഒരു കൂറ്റൻ പാറ നമുക്ക് മുന്നിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു വലിയൊരു പാറയാണ്. അതിനിടയിലൂടെയാണ് കേട്ടോ നമുക്ക് നടന്നു പോകാനുള്ളത്. ഇനിയിപ്പോൾ കണ്ണാടിയപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഇത് ഈ ഒരു പാറയാണേ. പാറയുടെ ഇടുക്കിൽ നമുക്ക് കയറിയിരിക്കാം. മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറിയിരിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. മറ്റൊരു ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഇനി നമുക്ക് 250 മീറ്ററാണ് കേട്ടോ ഉള്ളത്. പാറകളിൽ വഴുക്കലുണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങുന്നത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും, പക്ഷേ സ്വന്തം റിസ്കിൽ ഇറങ്ങണം. കാരണം വഴുക്കലുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങണേ ഗായ്സ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അടിപൊളി വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാറ്റും ഈ പാറ ഇടുക്കി കൂടെ നടന്നു പോകണം കേട്ടോ. ആക്ച്വലി ഇങ്ങോട്ടൊന്നും അലൗഡല്ല, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതൊരു സ്വന്തം റിസ്കിൽ വരുന്നവർ. എല്ലാ ഗൈഡുമാരും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ ചോദിച്ചതിൻ്റെ പ്രകാരം ഇങ്ങോട്ട് വരാനായിട്ട് പറ്റി കേട്ടോ.
ഗൈസ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ താഴെ നിൽക്കുമ്പോൾ ഈ ഒരു വിഷ്വലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി വന്നത് അങ്ങ് മുകളിൽ നിന്നാണ് കേട്ടോ. ഇതുവഴി ഈ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി വരാനായിട്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇറങ്ങി വരാനായിട്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വിഷ്വലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞങ്ങൾ ഫൈനലി ഈ സ്ഥലത്തെത്തി കേട്ടോ. അമ്മേ, വളരെ മനോഹരമായിട്ടുള്ള വാട്ടർഫോളാണ് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ താഴെ നിന്ന് നോക്കിയ ആ സെയിം വാട്ടർഫോളാണ് കേട്ടോ. അടിപൊളിയാണ്. അങ്ങ് മുകളിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങ് മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെ കുളിക്കുന്നതൊക്കെ കാണാനായിട്ട് വരും കേട്ടോ. ഈ പുറകിൽ കാണുന്നതാണ് ഈ ഒരു വാഴവന്തോളം എന്ന് പറയുന്ന വാട്ടർഫോൾ. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനീ പറയുന്നതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, കാരണം നല്ല സൗണ്ടാണ് വെള്ളത്തിൻ്റെ. ഈ പുറകിൽ കാണുന്നതാണ് വാട്ടർഫോൾ. വളരെ മനോഹരമാണ് കേട്ടോ. പക്ഷേ നിറയെ പാറ ആയതുകൊണ്ട് ഒരുപാട് വഴുക്കലുണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം വരാനായിട്ട്. ഇവിടെ വരുന്നവർക്ക് നമുക്ക് സേഫായിട്ട് ഒന്ന് കുളിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളത്തിൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഐസ് വാട്ടർ പോലെ ഉണ്ട്. വളരെ വൃത്തിയായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം അറിയാലോ, ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിരിക്കും. അതുപോലെ ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദയവായിട്ട് ഈ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ പൊല്യൂട്ടഡ് ആകാൻ പാടില്ല. അപ്പോൾ അത് പ്ലാസ്റ്റിക്കൊക്കെ നിക്ഷേപിക്കാനായിട്ട് തന്നെ ആ ഒരു സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ മാത്രം, ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രം നിക്ഷേപിക്കുക ഇവിടെ വരുന്നവർ. നമ്മൾ ഈ മുകളിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഈ ഒരു ബാംബുവിൻ്റെ മോഡലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് താഴെയുള്ള ഈ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫെൻസ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടാവും. നമുക്ക് ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു പോർഷനാണ് കേട്ടോ നമുക്ക് വരാൻ പറ്റിയതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വഴുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫെൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് താഴത്തെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ആ ഫ്രണ്ടിലൊരു കയറ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുവരെ നമുക്ക് പോകാനായിട്ട് പറ്റും. അതിനുശേഷം അതിന് മുകളിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം നല്ല ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നല്ല കുഴിയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ താഴെ ഇപ്പോൾ മുന്നിൽ കാണാമല്ലോ, അവിടെ നിന്ന് മാത്രമേ നമുക്ക് കുളിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള വാട്ടർഫോളാണ്. കാട്ടിനുള്ളിലാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് വണ്ടിയോ അങ്ങനെയുള്ള ഒരു ആക്സസും ഇല്ല. ഇവിടെ നമുക്ക് മൊബൈലിന് റേഞ്ച് പോലും ഇല്ല. ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് കേട്ടോ നമുക്ക് മൊബൈലിൽ റേഞ്ച് കിട്ടുന്നത്. അതുവരെ ടവറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാട്ടിനകത്തൂടെ ഉള്ള ഈ ഒരു ട്രക്കിങ്ങും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അത് കുറച്ച് നേരം, ഒരു 2.5 കിലോമീറ്റർ നമുക്ക് ഇത്ര ടൈം കൊണ്ട് എത്തണമെന്നോ അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം 4 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ തിരിച്ചു പോയാൽ മതി. അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ഇതിന് മുന്നേ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആണോ എന്ന് തന്നെ അറിയില്ല കേട്ടോ, കാരണം നല്ല സൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാനായിട്ട് പറ്റും. വെള്ളം അവിടെ വീണോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല.
അപ്പോൾ ഈ മുന്നേയുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടെ പോയി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസിൽ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിനി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.